നമസ്കാരം. നൈനാക്രിയേഷൻസിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പായസമാണ്. അപ്പോൾ നേന്ത്രപ്പഴം കൊണ്ടുള്ള പായസമാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു പായസം ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പഴം വരട്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. ഇത് പഴം വരട്ടാണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് 2 നേന്ത്രപ്പഴം വേണം. ഒരു 300 ഗ്രാം ഉണ്ടാവും. പിന്നെ 2 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് നാളികേരം വറുത്തിടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂണ് ചെറുതായി അരിഞ്ഞത് വേണം. പിന്നെ ഒരു 300 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് ഉരുക്കിയെടുക്കണം. പിന്നെ ഒരു നാളികേരം ചരുകിയതും കൂടിയാണ് പായസം ഉണ്ടാക്കാൻ വേണ്ടത്. ഇനി ഒരു 10-25 ഏലക്കയാണ് എടുത്തിട്ടുള്ളത്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനും ഈ പായസത്തിൽ ചേർക്കാനുള്ളതല്ല. ഞാനിത് കുറച്ച് പൊടിച്ച് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് ഒരു 5-6 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് പഞ്ചസാരയും ഏലക്കയും കൂടിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഉരുക്കാൻ വയ്ക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ ശർക്കര ഉരുക്കാൻ വയ്ക്കുമ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഉരുക്കാൻ വയ്ക്കാൻ. പിന്നെ 1/2 ഗ്ലാസ് മാത്രം വെള്ളം ചേർത്താൽ മതി, അല്ലെങ്കിൽ വെള്ളം അധികമാവും. അപ്പോൾ ശർക്കര പതുക്കെ അവിടെ ഇരുന്ന് ഉരുകി വരട്ടെ. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഈ സമയം കൊണ്ട് നമുക്ക് പായസത്തിന് ആവശ്യമുള്ള തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാം. ഇപ്പോൾ നാളികേരം ചരുകിയതിലേക്ക് 1/2 ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കൈകൊണ്ട് തിരുമ്മി പിഴിഞ്ഞ് എടുക്കുകയാണ് ചെയ്യണത്. ഇത് തലപ്പാലായിട്ട് മാറ്റി വയ്ക്കും. ഇനി ഈ തലപ്പാലൊന്ന് അരിച്ചിട്ട് മാറ്റി വയ്ക്കാം. ബാക്കിയുള്ള ഈ നാളികേരം മിക്സിയുടെ ജാറിലിട്ടിട്ട് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ അരച്ചെടുത്ത തേങ്ങയിലേക്ക് മിക്സിയുടെ ജാറിൽ 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഇതൊന്ന് അരിച്ചെടുക്കാം. 1-ാം പാൽ ഒരു 3/4 ഗ്ലാസോളം ഉണ്ട്. 2-ാം പാലും 3-ാം പാലും കൂടിയിട്ട് ഒരു 2 ഗ്ലാസ് ഉണ്ട്. പിന്നെ ശർക്കര ഉരുക്കി അരിച്ചത് 1 ഗ്ലാസ്. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പഴം പുറത്തെ തൊലിയും നാരൊക്കെ കളഞ്ഞിട്ട് 4ആയി കീറിയതിന് ശേഷം ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പായസത്തിനുള്ള എല്ലാ സാധനങ്ങളും റെഡിയാക്കി വെച്ചതിന് ശേഷം വേണം നമുക്ക് ഇത് ഉണ്ടാക്കാൻ തുടങ്ങാൻ. ചോറ് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ചൂടാകുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നെയ്യ് നന്നായി ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച നാളികേരം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ആ നാളികേരം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി. ഈ സമയത്ത് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള പഴം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പഴം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് 10 മിനിറ്റ് നേരം വഴറ്റിയെടുക്കാം. അപ്പോൾ പഴം അടിയിൽ പിടിക്കാണ്ട് നോക്കണം. പഴം ഇളക്കി കൊടുക്കുന്ന സമയത്ത് കയ്യിലോണ്ട് ഒന്ന് അമർത്തി ഉടച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഉടയ്ക്കേണ്ട, കുറച്ച് കഷ്ണങ്ങളായിട്ട് തന്നെ കിടന്നോട്ടെ. പഴം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 2-ാം പാലും 3-ാം പാലും കൂടി 2 ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി ഈ കട്ടയായിട്ട് കിടക്കണതൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. പാലൊഴിച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നന്നായി തിളച്ച് കഴിയുമ്പോൾ ഒരു 2 മിനിറ്റ് തിളച്ചാൽ മതിയാവും. ഇതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ശർക്കര ചേർത്ത് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണ്ട. ആദ്യം കുറച്ച് ചേർത്തിട്ട് നോക്കിയതിന് ശേഷം രണ്ടാമത് ചേർക്കുക. മധുരം നോക്കിയതിന് ശേഷം ബാക്കി ചേർത്താൽ മതി. ഇനി ഈ കൂട്ടിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്ത് മധുരമുള്ള സാധനം ഉണ്ടാക്കുമ്പോഴും അതിലേക്ക് 2 നുള്ളു ഉപ്പ് ചേർക്കണം, എന്നാലേ മധുരം ബാലൻസ് ആവുള്ളൂ. ഇപ്പോൾ ഇതാ കൂട്ട് പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഈ പായസക്കൂട്ട് നന്നായി കുറുകി വന്നിട്ടുണ്ടല്ലോ. ഇനി ഇതിലേക്ക് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം 1-ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഈ 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പായസക്കൂട്ട് തിളയ്ക്കാൻ പാടില്ല. ഇതൊന്ന് നന്നായി ചൂടായിട്ട് തിള വന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതാ നോക്കിക്കോളൂ, കാണാനില്ലേ, തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതിൽ ഈ കറുത്ത് കാണുന്നത് നാളികേരക്കൊത്തിൻ്റെ അടിഭാഗമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്കപ്പൊടി 1/2 ടീസ്പൂൺ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഏലക്കപ്പൊടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഇനി കുറച്ച് നെയ്യ് ചൂടാക്കിയിട്ട് അതിലേക്കൊരു 3-4 അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർക്കണമെന്നൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ വീഡിയോ എടുക്കാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. കാരണം ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ നാളികേരം വറുത്ത് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഈ അണ്ടിപ്പരിപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല.
അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കണും ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് മറക്കാണ്ട് പ്രസ് ചെയ്യണം കേട്ടോ. പിന്നെ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അപ്പോൾ ഈ പായസം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് മനസ്സിലായില്ലേ ഇപ്പോൾ? ഈ അണ്ടിപ്പരിപ്പ് ചേർത്ത ബാക്കി നെയ്യ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എൻ്റെ ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.